വിശുദ്ധ ഡൊമിനിക്. വിശുദ്ധ ഡൊമിനിക് സ്പെയിനിൽ കാസ്റ്റ്യൻ എന്ന പ്രദേശത്ത് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. അമ്മ മകനെ ഭക്തമുറകളും പ്രായശ്ചിത്തങ്ങളും അഭ്യസിപ്പിച്ചു. അക്കാലത്തേക്ക് പറ്റിയ ഉത്തമ വിദ്യാഭ്യാസമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. പഠനകാലത്ത് 21ാമത്തെ വയസ്സിൽ നാട്ടിൽ ഒരു പഞ്ഞമുണ്ടായപ്പോൾ സ്വന്തം പുസ്തകങ്ങളും കൂടി വിറ്റ് ഡൊമിനിക് ദരിദ്രരെ സഹായിച്ചു. 25ാമത്തെ വയസ്സിൽ ഓസ്മ എന്ന പ്രദേശത്തെ കാനൺസിന്റെ സുപ്പീരിയറായി. ഫ്രാൻസിൽ തന്റെ ബിഷപ്പിന്റെ കൂടെ ഒരു യാത്ര ചെയ്തു. ആൽബിജൻസിയൻ പാഷണ്ഡത വരുത്തിക്കൂട്ടിരുന്ന നാശം അദ്ദേഹം നേരിൽ കണ്ടു. ശേഷജീവിതം പാഷണ്ഡുകളുടെ മാനസാന്തരത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി അദ്ദേഹം ചിലവഴിച്ചു. ഇതിനായി അദ്ദേഹം 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു. ചെറിയ പെൺകുട്ടികളെ പാഷണ്ഡതയിൽ നിന്നും അപര സിദ്ധാന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സ്ത്രീകൾക്കായി ഒരു സഭ ആദ്യം തുടങ്ങി. അക്കാലത്ത് ഭക്തരായ ചിലർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി. അവരെയെല്ലാം ചേർത്ത് ഫ്രയർ പീച്ചേഴ്സ് അഥവാ പ്രഭാഷക സഹോദരൻ എന്ന പേരിൽ വേറൊരു സഭ ആരംഭിച്ചു. പിന്നീട് കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 3ാം സഭ ആരംഭിച്ചു. ദൈവം പുതിയ സഭയെ ആശീർവദിച്ചു. അത് അതിവേഗം ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട്, സ്പെയിൻ മുതലായ രാജ്യങ്ങളിൽ പരന്നു. 1208 പൗവിൻ എന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു. പാഷണ്ഡികൾ അദ്ദേഹത്തെ വധിക്കാൻ പോലും പരിശ്രമിച്ചെങ്കിലും അവസാനം പാഷണ്ഡത തകർന്നു. രാത്രി പ്രാർത്ഥനയിലാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ് രക്തം പൊടിയുന്നതുവരെ സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ജപമാല ഭക്തിയും എരിയുന്ന വാഗ്വിലാസവും ജീവിത വിശുദ്ധിയുമാണ് പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചത്. ക്ഷീണിതനായി 1221 ആഗസ്റ്റ് 6 വിശുദ്ധ ഡൊമിനിക് അന്തരിച്ചു.